പി ആർ പ്രവീണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി ആർ പ്രവീണയുള്ളത് കോന്നിയിൽ തുലാപ്പള്ളിയിലാണ്. പി ആർ പ്രവീണ, വെരി ഗുഡ് മോർണിംഗ്. മാപ്പ് വേണ്ടേ കോന്നിക്കാർക്ക്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. അവരോട് തന്നെ ചോദിക്കാം. അതായത് നോക്കൂ, നിരവധി പേരാണ്, കാർഷിക മേഖലയാണ്, മലയോര മേഖലയാണ്. നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ട്? സർക്കാർ പുതിയതായി പ്രസിദ്ധീകരിച്ചു, ജനവാസ മേഖലകളെ ഒഴിവാക്കി എന്ന് പറയുന്ന മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പുതിയ കണ്ടിട്ടുണ്ട്. ആ മാപ്പിനകത്ത് ആദ്യം പ്രസിദ്ധീകരിച്ച മാപ്പ് മാറി പുതിയ മാപ്പ് ഇറക്കുമെന്ന് പറഞ്ഞു. ആ മാപ്പ് ഇറക്കി. കഴിഞ്ഞ ദിവസം സർക്കാർ സമർപ്പിച്ചു. അത് കണ്ടിട്ടുണ്ട്. ആ മാപ്പ് കണ്ടിട്ടുണ്ട്. ആ മാപ്പിലും പൂർണ്ണമായും പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഈ 4 വാർഡുകൾ പൂർണ്ണമായും കൊല്ലമുള്ള വില്ലേജ് അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആ മാപ്പിനകത്ത് പൂർണ്ണമായും ഈ ജനവാസ മേഖലയും കൃഷിയിടവും പൂർണ്ണമായും ഇപ്പോഴും VSIയിലാണ്. എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ തന്നെയാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങളോട് സംസാരിക്കും. ഈ മാപ്പ് എവിടെ നിന്നാണ് കണ്ടത്? ഇത് കാലാവസ്ഥാ വകുപ്പിൻ്റെ കേരളത്തിൽ അതിനകത്തല്ല വരേണ്ടത്. ആക്ച്വലി വരേണ്ടത് ഇതിനകത്തല്ല. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അവരുടെ വിജ്ഞാപനത്തിൽ ഇവിടെയല്ല വരേണ്ടത്. അത് വേറെ ഒരു സൈറ്റ് വരേണ്ട സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ മാപ്പിനാണ് വരേണ്ടത്, സൈറ്റാണ് വരേണ്ടത്. കണ്ടതാണോ? അതായത് ഏറ്റവും പുതിയ മാപ്പ് കണ്ടതാണ്. മാപ്പിനകത്ത് അവർ പരിസ്ഥിതി ലോല മേഖലകളിൽ നിന്നും പറഞ്ഞ് മഞ്ഞ ലൈനിൽ ബോർഡർ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ജനവാസ മേഖലകളില്ല. അതുപോലെ തന്നെ പരിസ്ഥിതി ലോല വില്ലേജുകളിൽ നിന്നും അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും മുഴുവനുണ്ട്. അത് ഈ കൊല്ലമുള വില്ലേജിലെ ഈ 3 വാർഡുകളും ഈ ഭാഗങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 രീതിയിലുള്ള ലൈനുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കേണ്ട സ്ഥലത്തല്ല, ഇത് സൈറ്റിലല്ല പ്രസിദ്ധീകരിച്ചേക്കുന്നത്. അതുപോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെയുള്ള മാപ്പുകൾ, പലതരത്തിലുള്ള മാപ്പുകൾ പല സമയത്ത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതിന് പകരം കാലാവസ്ഥയിലാണ് വെബ്സൈറ്റിൽ, ഏത് വെബ്സൈറ്റിലാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അതിനാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ. ഒന്നുകൂടെ, അതായത് സാധാരണഗതിയിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ, ജൈവവൈവിധ്യ ബോർഡിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട മാപ്പ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. കൃത്യമായി പറയും, ഏത് സൈറ്റിലാണ് നിങ്ങൾ നോക്കിയത്? കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിലാണ് ഒരു മാപ്പ് പുതിയതായിട്ടുള്ളത്. എന്നാ ആ മാപ്പ് അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നാണെന്നറിയില്ല. ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ന്യൂ എന്നാ നോക്കിയത്? ഞങ്ങൾ നോക്കിയത് കഴിഞ്ഞ ആഴ്ച. രഞ്ജിത്ത്, ഇപ്പോൾ കോന്നിയിലെ ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഗുരുതരമാണ് കാര്യങ്ങൾ. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു എന്ന് പറയുന്ന മാപ്പിൽ, ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റി അല്ല, കാലാവസ്ഥാ സൈറ്റിൽ 2 എണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിനകത്ത് ജനവാസ മേഖലയില്ല, ഒരെണ്ണത്തിനകത്ത് ജനവാസ മേഖലയുണ്ട്. അതാണ് ഇപ്പോൾ ഈ നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ അറിവിൽ. അങ്ങനെ ഒരു മാപ്പ് ഈ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന, കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന മാപ്പ് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? അരുൺ, ഇത് സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മാപ്പാണ്. ഈ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് സർക്കാർ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. ഞങ്ങൾ പുതിയ മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ മാപ്പ് എവിടെ എന്നുള്ളതാണ് കർഷകർ ചോദിക്കുന്നത്. ഈ സെപ്റ്റംബർ 2-ന് ഇപ്പോൾ അവിടുത്തെ കർഷകർ പറയുന്ന, കോട്ടയത്തെ കർഷകർ പറയുന്ന മാപ്പ് പുതിയ മാപ്പല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന മാപ്പ് തന്നെയാണ്. ആ മാപ്പ് സെപ്റ്റംബർ 2-ാം തീയതി ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ആ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ആ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുതിയ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ആ പുതിയ മാപ്പ് ഇവർ കണ്ടിട്ടുണ്ടോ? സെപ്റ്റംബർ 2-ാം തീയതിക്ക് ശേഷമുള്ള പുതുക്കിയ മാപ്പ് ഇവർ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അതായത് നിങ്ങൾ പറയുന്നത് സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിൽ വന്നതാണ്, അതായിരിക്കണം നിങ്ങൾ കണ്ടത്. ഏത് ഡേറ്റിലാണ് റിലീസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ന്യൂ എന്ന് കണ്ടതാണ് നിങ്ങൾ ഏറ്റവും കണ്ടതാണ്. നമ്മൾ ഈ 4 ദിവസം മുന്നേ ആണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിലീസ് ഇറങ്ങുന്നത്, ജനവാസ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് സമർപ്പിക്കുമെന്നുള്ളത്. ആ മാപ്പ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല? ഏത് മാപ്പാണെന്നുള്ളത് നമുക്കറിയാനുള്ള ഓപ്ഷൻ ഒന്നും ഒരിടത്തുമില്ല. ഇത് മാപ്പ് സമർപ്പിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഇത് ഏത് മാപ്പാണെന്നുള്ളത് നമുക്ക് പ്രസിദ്ധീകരിക്കത്തക്ക രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കത് കാണാൻ. ഇപ്പോഴും നിങ്ങൾ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് 894 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല ഇതിൽ ഉൾപ്പെടുന്നുവെന്ന്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാണ്.
അത് മാത്രമല്ല അതിനകത്ത് പറയുന്നു തുടർ വനം പദ്ധതി, അതായത് ഇടതടവില്ലാത്ത വനം പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് അവർ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്ന ഏകവനം പദ്ധതി. ഈ ഏകവനം പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിർപ്പാണ്. കാരണം ഈ ഏകവനം പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇത്തരം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പറക്കുന്ന ജനവാസ മേഖലകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ജനവാസ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഏകവനം പദ്ധതി ഉപേക്ഷിക്കണം സർക്കാർ. അതുകൂടാതെ ഇത് ആനത്താരകൾ, അതായത് എലഫന്റ് കോറിഡോറുകൾ സൃഷ്ടിച്ച് ആനകളെയും വന്യമൃഗങ്ങളെയും ഉപയോഗിച്ച് ഈ നാട്ടിലെ കർഷകരെ കുടിയിറക്കാമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നത്. അതിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുള്ളത്, ഗ്രാമസഭകൾ കൂടി ഇല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് പഞ്ചായത്ത് വഴി സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഇത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിനെ രേഖാമൂലം അറിയിച്ചാൽ ഇതിൽ നിന്ന് വിടുതൽ ചെയ്യാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇനി സമയമുണ്ട്, 29-ാം തീയതി ഈ 30-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. കരട് വിജ്ഞാപനം വന്നിട്ട് ഈ 30-ാം തീയതി 60 ദിവസമാവുകയാണ്. ഈ 60 ദിവസത്തിനകം ഇതിന് കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ നിന്ന് ഏതാണ്ട് 60% ആളുകൾ ഒപ്പിട്ട് 4 വാർഡുകളുടെ ഗ്രാമസഭകൾ അടിയന്തരമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് റാന്നി പെരുന്നാട് പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ട് അവർ തികച്ചും ധിക്കാരപരമായ നിലപാടെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഗ്രാമസഭ വിളിക്കില്ല. ഗ്രാമസഭ വിളിക്കില്ല എങ്കിൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് ഞങ്ങൾ കിടക്കുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നാട്ടുകാർ നിങ്ങളുടെ ബാധിക്കുന്ന ആളുകൾ എന്നുള്ളത് ബാധിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് ഗ്രാമസഭ കൂടി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എങ്കിൽ പഞ്ചായത്തിന് സെക്രട്ടറി കൃത്യമായ മറുപടി ഞങ്ങൾ നൽകണം. പഞ്ചായത്ത് കമ്മിറ്റി മാപ്പ് ഈ നാട്ടുകാർക്ക് കാണാനുള്ള അവകാശമെങ്കിലും സർക്കാർ കൊടുക്കണം എന്നുള്ളതാണ്.